ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്രുതീസ് ഫുഡ് ലാബ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കക്കുരു കൊണ്ട് ഐസ്ക്രീമാണ്. അപ്പോൾ എല്ലാവരും ചക്കക്കുരു ഷേക്കൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചു. ഇനി നമുക്ക് ഐസ്ക്രീം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ഞാനിവിടെ 30 ചക്കക്കുരു നന്നായിട്ട് കുക്കറിലിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ബ്രൗൺ കളറിലുള്ള ഈ തൊലിയൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല. നല്ല പ്രോട്ടീൻ ആയത് കാരണം ഞാനിതെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനി നമുക്കൊരു ബ്ലെൻഡറിലേക്ക് ഇടാം. 1/4 കപ്പ് പാലുകൂടി ഒഴിച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് പാൽ ഇനി ആവശ്യമുണ്ടെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനി മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് 3/4 ലിറ്റർ പാല് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഇത് ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. ഇതിലേക്ക് 3/4 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് പാലൊക്കെ നന്നായിട്ട് തിളയ്ക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. പാലിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ചക്കക്കുരുവിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. തരികൾ പോയിട്ടില്ലെങ്കിലും സാരമില്ല, കാരണം നമ്മളിത് മിക്സറിലിട്ട് വീണ്ടും ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ട് തിളച്ചതിന് ശേഷം വീണ്ടും ഒരു 7 മിനിറ്റ് എടുത്ത് വീണ്ടും കുറുക്കിയെടുക്കുക. ഇപ്പോൾ പാൽ അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 3/4 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. വാനില എസൻസ് ഓപ്ഷനിലാണ്, ഇല്ലാന്നുണ്ടെങ്കിലും സാരമില്ല. നമുക്ക് ചൂടൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് വെക്കാം. ചൂടാറിയതിന് ശേഷം ഇതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റാം. ഇതിൻ്റെ മേലെ ഒരു പ്ലാസ്റ്റിക് റാപ്പ് ഇട്ട് ഞാൻ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ കണ്ടെയ്നർ നന്നായിട്ട് അടച്ചു വയ്ക്കാം. ഇത് 1 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം. 1 മണിക്കൂറിന് ശേഷം ഇത് കുറച്ചുകൂടി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇത് ഇനി ഒരു ബ്ലെൻഡറിലിട്ട് ഒന്നുകൂടെ നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സമയത്ത് തരികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് ബ്ലെൻഡായി പൊക്കോളും. രണ്ട് 3 മിനിറ്റ് എടുത്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ബ്ലെൻഡ് ആയിട്ടുണ്ട്. ഇനി വീണ്ടും പഴയ കണ്ടെയ്നറിലേക്ക് തന്നെ മാറ്റി നമുക്ക് 8 മണിക്കൂറെങ്കിലും ഫ്രീസ് ചെയ്ത് വെക്കാം. ഞാനിത് ഓവർനൈറ്റാണ് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ 8 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഫ്രീസായി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഐസ്ക്രീം നമുക്ക് സ്കൂപ്പ് ചെയ്ത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ ചക്കക്കുരു ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റിയുമാണ്. എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ പറയുക. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇനി വേറൊരു റെസിപ്പി ആയിട്ട് പിന്നെ കാണാം.